അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ യൗമു ലാ യൻതിഖൂൻ ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون ويل يومئذ للمكذبين إن المتقين في ظلال وعيون وفواكه مما يشتهون كلوا واشربوا هنيئا بما كنتم تعملون إنا كذلك نجزي المحسنين ويل يومئذ للمكذبين كلوا وتمتعوا قليلا إنكم مجرمون ويل يومئذ للمكذبين وإذا قيل لهم اركعوا لا يركعون ويل يومئذ للمكذبين فبأي حديث بعده يؤمنون. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ 48ാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സൂറത്തുൽ മുർസലാത്തിലെ 35 മുതൽ 50 കൂടിയ ആയത്തുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഓതി വച്ചിട്ടുള്ളത്. ഇതുവരെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും മനുഷ്യന് ഈ ദുനിയാവിൽ ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ആ അനുഗ്രഹങ്ങളൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്നും ഈ ലോകത്തിനും അഖിലാണ്ട കടാഹത്തിനും ലക്ഷ്യമുണ്ട് എന്നും റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതിന് ശേഷം നാളെ പരലോകത്തുണ്ടാവുന്ന ചില സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും നിഷേധികളായ ആളുകൾക്കുണ്ടാവുന്ന ചില അവസ്ഥകൾ, ചില പരിണതികൾ, അതെല്ലാം വിശദീകരിക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ. സൂറത്തുൽ മുർസലാത്ത് വീണ്ടും ആ വിഷയങ്ങൾ തന്നെ വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുകയാണ്. ഹാദാ യൗമു ലാ യൻതിഖൂൻ. ഇതുണ്ടല്ലോ, യൗം ഒരു ദിവസമാണ്. ലാ യൻതിഖൂൻ, അവരുണ്ടല്ലോ സംസാരിക്കൂല. നതഖ യൻതിഖു, നാതിഖ്, മന്തിഖ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നുതുഖ് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അവർ ഒന്നും സംസാരിക്കുകയില്ല. ഹാദാ യൗമു ലാ യൻതിഖൂൻ, അവർ ഒന്നും സംസാരിക്കാത്ത ദിവസമാണ്. സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, എല്ലാ കഴിവുണ്ടായിരുന്നു. അവർ പലതും സംസാരിച്ചിരുന്നു. വയഹ്ലിഫൂന അലൽ കദിബി, ഒരുപാട് കള്ളസത്യങ്ങളും കള്ളസാക്ഷ്യങ്ങളും പറഞ്ഞു. പച്ചക്കള്ളങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ നഖ്തിമു അല അഫ്വാഹിഹിം, അവരുടെ വായകൾക്കൊക്കെ സീൽ വെക്കപ്പെടുകയാണ്. അങ്ങനെയാണ് യൗമു ലാ യൻതിഖൂൻ, സംസാരിക്കാതെ പോകുന്നത്. ഇന്നത്തെ ദിവസം അവർ സംസാരിക്കില്ല. വലാ യുഅ്ദനു ലഹും, അവർക്ക് അനുമതി നൽകുകയുമില്ല. അതിന യഅ്ദനു, അവർക്ക് അനുമതി നൽകുകയില്ല. ഈദ്നുൻ എന്നാണ്. ഈദ്നുൻ അനുവാദം.
അദ്ദന അനുവാദം നൽകി, ബാങ്ക് വിളിച്ചു, ഇനി നമസ്കരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനുവാദമാണ്. മുഅദ്ദിൻ അങ്ങനെ വിളിക്കുന്ന ആൾക്ക് വിശുദ്ധ ഖുർആൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതോടൊപ്പം ഊദുനുൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ചെവി എന്നാണല്ലോ അർത്ഥം. ആദാൻ എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, ചെവികൾ എന്ന. ഇവിടെ ഇദ്നുൻ എന്നുള്ള വാക്കാണ്. വലാ യുഅ്ദനു ലഹും അനുമതി നൽകപ്പെടുകയില്ല, അനുവാദം നൽകപ്പെടുകയില്ല. ഫയഅ്തദിറൂൻ അവർ ഉദ്ർ പറയും, ഉദ്ർ പറയും അവർ. അനുവാദം നൽകപ്പെട്ടാൽ അപ്പോൾ അനുവാദം നൽകപ്പെട്ടാൽ ഫയഅ്തദിറൂൻ ഞങ്ങൾ അറിഞ്ഞില്ല പടച്ചോനെ, ഞങ്ങൾ കേട്ടില്ല പടച്ചോനെ, ഞങ്ങൾക്ക് അറബി അറിയില്ലായിരുന്നു പടച്ചോനെ, ഞങ്ങൾ നബിയെ കണ്ടിട്ടില്ലായിരുന്നു പടച്ചോനെ. ഇങ്ങനെ പലരും പലതും പറയാൻ തുടങ്ങും. പല ഒഴിവ് കഴിവുകളും ഉദ്ർ, പല ന്യായങ്ങളും പല കാരണങ്ങളും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അനുമതി നൽകപ്പെടുകയില്ല. ഫയഅ്തദിറുൻ മഅദിറത്ത് ഉദ്ർ മഅദീറ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കല്ലേ. മഅദിറത്ത് എന്നുള്ളതൊക്കെ അതൊക്കെ ഉദ്റുമായി ബന്ധപ്പെട്ടതാണ്, ഒഴിവ് കഴിവ് എന്നാണ് അർത്ഥം. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ അന്ന ദിവസം നിഷേധികൾക്കല്ലേ നാശം. ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് നിഷേധവുമായിട്ട് നടന്നാൽ അവനല്ലേ നാശം ലഭിക്കണേ, അവൻ ഉറപ്പായിട്ടും നാശം ലഭിക്കുക തന്നെ ചെയ്യും. ഹാദാ യൗമുൽ ഫസ്ൽ ഫസ്വല വേർതിരിച്ചു, കാര്യങ്ങൾ തീരുമാനിച്ചു, ജഡ്ജ്മെൻ്റ് നടത്തി, മുറിച്ചു, പകുത്തു, ഇങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഫസ്വല ഹാദാ യൗമുൽ ഫസ്ൽ വിധി തീർപ്പിൻ്റെ, ജഡ്ജ്മെൻറ്റിൻ്റെ, തീരുമാനത്തിൻ്റെ ദിവസമാണിത്. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാക്കും വല്ലവ്വലീൻ നിങ്ങളെയും കൊണ്ടുവന്നിട്ടുണ്ട്, മുൻഗാമികളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ജമഅനാക്കും ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളെയും കൊണ്ടുവരും. വല്ലവ്വലീൻ പണ്ടേ മരിച്ചു പോയിട്ടുള്ള പൂർവികരായ മനുഷ്യരെയും നമ്മൾ കൊണ്ടുവരും. ജമഅനാക്കും വല്ലവ്വലീൻ ആദം നബി മുതൽ യൗമുൽ ഖിയാമത്ത് വരെയുള്ള മുഴുവൻ മാനവരെയും കൊണ്ടുവരും, ഒരുമിച്ചു കൂട്ടും. ജമഅനാക്കും വല്ലവ്വലീൻ പിൻഗാമികളെയും മുൻഗാമികളെയും എല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടുകയാണ്. ഫൈൻ കാന ലക്കും ഖൈദുൻ ഫകീദൂൻ അല്ല, നിങ്ങളുടെ കയ്യിൽ വല്ല തന്ത്രവും ഉണ്ടോ? ഖൈദ് കാദ യകീദു ഖൈദ് തന്ത്രം പ്രയോഗിച്ചു എന്നാണ്. കാദ യകാദു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആവാറായി എന്ന്. പക്ഷേ ഇവിടെ കാദ യകീദു തന്ത്രം പ്രയോഗിച്ചു എന്ന്. നിങ്ങളുടെ കയ്യിൽ ഫൈൻ കാന ലക്കും ഖൈദ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വല്ല തന്ത്രങ്ങളുണ്ടോ? ഫകീദൂനി എന്നോട്, എനിക്ക് വേണ്ടി, എനിക്കെതിരായി എൻ്റെ ഈ തീരുമാനത്തെ തകർക്കാൻ എന്തെങ്കിലും തന്ത്രമുണ്ടെങ്കിൽ കീദൂനി നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചുകൊള്ളൂ. ഫൈൻ കാന ലക്കും ഖൈദുൻ ഫകീദൂനി നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ വല്ല തന്ത്രങ്ങളുമുണ്ടെങ്കിൽ നിങ്ങൾ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊള്ളൂ. ഫൈൻ കാന ലക്കും ഖൈദുൻ ഫകീദൂനി ഫകീദൂൻ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ഇല്ല കേട്ടോ, ഇതിനൊക്കെ നിഷേധിച്ചവർക്ക് നാശം തന്നെയായിരിക്കും. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ വീണ്ടും വീണ്ടും ഈ ആയത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുഭാഗമില്ലേ? ഫസുലല്ലേ, വേർതിരിവല്ലേ? മോശപ്പെട്ട ആളുകളെയും അവർക്കുണ്ടാവുന്ന ശിക്ഷകളെയും വിശദീകരിച്ചു. ഏനി ഫസ്വല അതിനെ വേർതിരിക്കുകയാണ്, വേറെ ഒരു വിഭാഗത്തെ പറ്റി പറയുകയാണ്. അതാരാണ്? ഇന്നൽ മുത്തഖീൻ മുത്തഖീങ്ങളാണ്. ദോഷബാധയെ സൂക്ഷിച്ച, അള്ളാഹുവിനെ ഭയഭക്തിയോടുകൂടി പേടിച്ചുകൊണ്ട് ജീവിച്ച, ശ്രദ്ധിച്ച് ജീവിച്ച മനുഷ്യർ. ഫീ ളിലാലിൻ വഉയൂൻ അവർ തണലുകളിലായിരിക്കും. ളിലാൽ ളില്ലുൻ ജംഉഹു ളിലാൽ തണൽ എന്നാണ് അർത്ഥം. അലല്ലയുലില്ലു എന്നുള്ളതാണ് പദം, തണലിട്ടു എന്ന്. അലല്ലയുലില്ലു തണലിട്ടു, ളിലാലുൻ തണലുകൾ. ഇനി ലല്ലയലില്ലു അതാണെങ്കിൽ വഴിപിയച്ചു എന്ന് നമുക്കറിയാം. മറ്റൊരു വാക്കുകൂടിയുണ്ട് കേട്ടോ, ലല്ലയലല്ലു ആയിക്കൊണ്ടേയിരുന്നു. ഫലല്ലു അവരായിരുന്നു.
അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ലല്ല എന്നുള്ള വാക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്കറിയാമത്. ഫലൽതും തഫക്കഹൂൻ എന്ന് നമ്മൾക്കറിയാം. അതേപോലെ തന്നെ ലുല്ലത്ത്, ലലീല്, ലില്ല്, ലല്ലു ഫീ ലുലലിം മിനൽ ഗമാമി, ഇങ്ങനെ പലതും ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. 3 തരത്തിലാണ് ആ വാക്കുകളുള്ളത്. ഒന്ന് രണ്ടെണ്ണം ലാ ആണെങ്കിൽ ഒന്ന് ലാദാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ തണലുകൾ എന്നാണ് അർത്ഥം. ഉഴൂൻ, ഐൻ ജംഹു ഉഴൂൻ, അരുവികൾ എന്നാണ്. ഐനുൻ ജംഹു ഉഴൂൻ, അരുവികൾ. ഐനുൻ ജംഹു അയുനുണ്ട്, കണ്ണ് എന്ന്. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നും അരുവി എന്നും അർത്ഥമുണ്ട്. ജമ്മ് അയുനും ഉണ്ട്, ഉഴൂനും ഉണ്ട്. അയുൻ എന്ന് പറഞ്ഞാൽ ജംഉൽ ഖില്ല, കുറഞ്ഞ എണ്ണത്തിന് പറയും. ഉഴൂൻ എന്ന് പറഞ്ഞാൽ ജമ്മുൽ കസറ, കുറേ എണ്ണത്തിനുള്ള ബഹുവചനമാണത്. ഏതായിരുന്നാലും ഉഴൂൻ, തണലുകളിലും അരുവികളിലുമാണ് അവരുണ്ടാവുക. വഫവാക്കിഹ മിമ്മ യഷ്തഹൂൻ, പഴങ്ങളിലായിരിക്കും. ഫവാക്കിഹ വഫീ ഫവാക്കിഹ, പഴങ്ങളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാക്കിഹത്ത് അപ്പം നിബിഡമായി നിറഞ്ഞു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളാണ്. മിമ്മ യഷ്തഹൂൻ, ഷഹായഷ്ഹു എന്ന് പറയാം, ഷഹിയ യഷ്ഹ എന്ന് പറയാം. ഷഹുവത്തുൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നല്ലേ, അതിൽ നിന്നാണ്. അപ്പോൾ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന, അവർ പൂതി വെക്കുന്ന. ഇഷ്തഹ യഷ്തഹി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൊതിയൂറുന്ന, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഴവർഗ്ഗങ്ങളിലായിരിക്കും അവരുണ്ടാവുക. വഫാക്കിഹത്തിൻ മിമ്മ യഷ്തഹൂൻ, കുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ. വഷ്റബു, നിങ്ങൾ കുടിച്ചോളൂ. അള്ളാഹുവാണ്, അല്ല മലക്കുകളാണ്. എല്ലാവരും പറയാ തിന്നോളൂ, കുടിച്ചോളൂ. ഹനി അൻ ഹന അ, ഹംസാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹന അ, ശാന്തമായി. അപ്പം ശാന്തമായി, നിർഭയമായി, വെപ്രാളവും പേടിയൊന്നുമില്ലാതെ കഴിച്ചോളൂ. ഇവിടുന്ന് അങ്ങനെയല്ലല്ലോ. എന്ത് കഴിക്കുമ്പോഴും ഷുഗറാണോ, പ്രഷറാണോ, കൊളസ്ട്രോളാണോ, അതേപോലെ കാൽസ്യാണോ, യൂറിക് ആസിഡ് ആണോ, ഇങ്ങനെ പലരും പേടിയും വെപ്രാളവും. അതൊക്കെ നിർത്തിക്കോളൂ. സ്വച്ഛമായി ശാന്തമായി കഴിച്ചോളൂ. കുലു വഷ്റബു ഹനിഅൻ ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്. നിങ്ങളല്ലേ ചെയ്തത്, നിങ്ങളല്ലേ അധ്വാനിച്ചത്. നമ്മുടെ അധ്വാനത്തെ അംഗീകരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും വലിയ അംഗീകാരമാണ്. നമ്മളൊന്നും എന്ത് ചെയ്താലും മതിയാവില്ല. അത്രമേൽ അനുഗ്രഹങ്ങൾ കണ്ണും കാതും പിന്നെ ഹൃദയവും എല്ലാം നൽകി, വായുവും വെള്ളവും ഒക്കെ നൽകിയ റബ്ബ്, അതിന് ശുക്ർ ചെയ്താൽ അതിന് പകരമാവില്ല. എന്നിട്ടും റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടം പോലെ നമുക്ക് പ്രതിഫലം നൽകുകയാണ്. എന്നിട്ട് അതിനെ അംഗീകരിക്കുകയാണ്. നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രതിഫലമെല്ലാം നൽകുന്നത്. ബിമാ കുന്തും തഅമലൂൻ, ശാന്തമായി സ്വസ്ഥമായി കഴിച്ചുകൊള്ളൂ. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, നമ്മൾ അപ്രകാരമാണ് മുഹ്സിനുകൾക്ക്, അഹ്സന, നന്മകൾ ചെയ്തു, നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക. അപ്പം നിങ്ങളൊക്കെ നന്മ ചെയ്തതുകൊണ്ടാണ്, അതിനുള്ള പ്രതിഫലമായി കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ സജ്ജീകരിച്ചത്, ഇതെല്ലാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അല്ല അന്നേ ദിവസം നിഷേധികൾക്കല്ലേ നാശം. ഒന്നും ഒരുങ്ങാതെ തയ്യാറാവാതെ ഇതിനെയൊക്കെ നിഷേധിച്ച് തള്ളിപ്പറഞ്ഞ് അതിനെയൊക്കെ തകർക്കാനും അതിനെ പരാജയപ്പെടുത്താനും വേണ്ടി ഓടി നടന്നവർ, അവർക്കല്ലേ നാശം ഉണ്ടാവുക. തീർച്ച അവർക്ക് തന്നെയാണ് നാശം ഉണ്ടാവുക. കുലൂവ തമത്തഴു, വീണ്ടും പറയാ, നിങ്ങൾ തിന്നോളൂ. നേരത്തെയും പറഞ്ഞു നിങ്ങൾ തിന്നോളൂ എന്ന്.
അത് സ്വർഗത്തിൽ വെച്ചാണ്, അത് സത്യവിശ്വാസികളോടാണ്. ഇപ്പോൾ പറയുന്നത് കുലു, നിങ്ങൾ തിന്നോളൂ, അത് ഈ പറഞ്ഞ മുഖദ്ദിബീൻ നിഷേധികളോടാണ്. എന്നിട്ട് പറയാ കുലു വതമത്തഉ, നിങ്ങൾ വിഹരിച്ചുകൊള്ളൂ, ആസ്വദിച്ചുകൊള്ളൂ. തമത്തഅയ തമത്തഉ, വിഹരിക്കുക, ആർമാദിക്കുക, വല്ലാതെ സുഖിച്ച് ജീവിക്കുക, ജീവിത വിഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുഖിച്ച് ജീവിക്കുക. തമത്തഉ, നിങ്ങൾ തിന്നുകൊള്ളൂ, അതേപോലെ തന്നെ തമത്തഉ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. ഖലീലൻ, കുറഞ്ഞ കാലം, കുറഞ്ഞ വസ്തുക്കൾ. ഖലീലൻ, കുറഞ്ഞ കാലവും കുറഞ്ഞ വസ്തുക്കളും നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ. ഇന്നക്കും മുജ്രിമൂൻ, തീർച്ചയായും നിങ്ങളാരാണ്? മുജ്രിമൂൻ, പാപികളാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം അത് തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടേ അവൻ പറഞ്ഞത് കേൾക്കാതെ ധിക്കാരികളായി തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഇന്നക്കും മുജ്രിമൂൻ, തീർച്ചയായും നിങ്ങൾ പാതകികൾ തന്നെയാണ്, നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. ഇന്നക്കും മുജ്രിമൂൻ വൈലുൻ യൗമൈദിൽ മുഖദ്ദിബീൻ, അന്നേ ദിവസം നിഷേധികൾക്കല്ലേ നാശം. വീണ്ടും ആവർത്തിക്കുകയാണ് പടച്ച തമ്പുരാൻ. അജ്റമ, പാപം ചെയ്തു, വളരെ കൃത്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം. ലാ ജറമ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറ്റമേതുമില്ല, കുറ്റമില്ല, തെറ്റില്ല എന്നൊക്കെയാണ് ലാ ജറമ എന്ന് പലപ്പോഴും വിശുദ്ധ ഖുർആൻ ചില സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. വൈദാ ഖീല ലഹുമുർകഉ ലാ യർകഊൻ, അവരോട് പറയപ്പെട്ടാൽ ഖീല, എന്താ പറയപ്പെടുന്നത്? ഇർകഉ, നിങ്ങൾ റുകൂഉ ചെയ്യൂ, നമസ്കരിക്കൂ, സുജൂദ് ചെയ്യൂ. അതാ, അവിടെ റുകൂഉ ചെയ്യാൻ പറയുമോ? അവിടെ സുജൂദ് ചെയ്യാൻ പറയുമോ? പറയില്ല. ദുനിയാവിലല്ലേ നമസ്കാരവും റുകൂഉം സുജൂദും ഒക്കെ? അതെ. പക്ഷേ അള്ളാഹുവിൻ്റെ സന്നിധാനത്തെത്തുമ്പോൾ, അള്ളാഹുവിൻ്റെ ആ മഹാസിംഹാസനവും അവൻ്റെ കോടതിയും കാണുമ്പോൾ, അവൻ്റെ സംവിധാനങ്ങൾ മുഴുവനും കാണുമ്പോൾ സത്യവിശ്വാസികൾ അവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാണ്. അവിശ്വാസികൾക്കും നിഷേധികൾക്കും സുജൂദ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല. ലാ യർകഊൻ, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല, അവർക്ക് റുകൂഉ ചെയ്യാൻ കഴിയില്ല. വൈദാ ഖീല ലഹുമുർകഉ, റുകൂഉ ചെയ്യൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ലാ യർകഊൻ, അവർ റുകൂഉ ചെയ്യില്ല. അവിടുന്ന് റുകൂഉ ചെയ്യാൻ കഴിയാത്തതുപോലെ ഇവിടുന്നും അവർ റുകൂഉ ചെയ്യില്ല. വൈദാ ഖീല ലഹും, അവരോട് പറഞ്ഞു ആരെങ്കിലും റുകൂഉ ചെയ്യൂ, നമസ്കരിക്കൂ എന്ന്. ഇർകഉ എന്ന് പറഞ്ഞാൽ ലാ യർകഊൻ, ദുനിയാവിൽ വെച്ചും അവർ എന്ത് ചെയ്യൂല? റുകൂഉ ചെയ്യില്ല, നമസ്കരിക്കില്ല. അതായിരുന്നു അവരുടെ ചെയ്തികൾ, അവരുടെ പ്രവർത്തന രീതികൾ അതായിരുന്നു. അവർക്ക് തോന്നിയതുപോലെ അവർ ജീവിച്ചു ദുനിയാവിൽ വെച്ച്. വൈലുൻ യൗമൈദിൽ മുഖദ്ദിബീൻ, അന്നേ ദിവസം നിഷേധികൾക്കല്ലേ നാശം. വീണ്ടും ആവർത്തിക്കുകയാണ് പടച്ച തമ്പുരാൻ. ഒരു ചോദ്യം ചോദിക്കുന്നു, ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ, ഏത് വർത്തമാനമാണ്? ഹദീസ് വർത്തമാനം. ഹദീസ് പുതിയത് എന്ന് അർത്ഥമുണ്ട്. മുഹദസുൻ, പുതുതായുണ്ടാക്കുന്ന കാര്യങ്ങൾ, ദീനിൽ പുതുതായുണ്ടാക്കുന്ന ബിദ്അത്തുകൾ മുഹദസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഫബിഅയ്യി ഹദീസിൻ, ഏതൊരു വർത്തമാനത്തെയാണ്? അപ്പോൾ ഏതൊരു വർത്തമാനത്തെയാണ്? ബഅദഹു, ഇതിന് ശേഷം, ഈ വിശുദ്ധ ഖുർആനിന് ശേഷം, ഈ വിശുദ്ധ ഖുർആനിൻ്റെ അപ്പുറത്ത് ഏതൊരു വർത്തമാനത്തെയാണ് യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നത്? അവർക്ക് വിശ്വസിക്കാനും അവർക്ക് ആചരിക്കാനും അവർക്ക് പഠിക്കാനും അവർക്ക് കേൾക്കാനും അവർക്ക് ഉൾക്കൊള്ളാനും പറ്റിയിട്ടുള്ള മറ്റെന്ത് ആശയങ്ങൾ, മറ്റെന്ത് തത്വങ്ങൾ, മറ്റെന്ത് നിയമങ്ങൾ, മറ്റെന്ത് ആദർശങ്ങൾ? ഒന്നുമില്ല. ഇതിനേക്കാളും വലിയ ആദർശവും നല്ല ആശയങ്ങളും വേറെയില്ല. ഇതിൻ്റെ അപ്പുറത്ത് മറ്റെന്ത് വർത്തമാനത്തെയാണ്, ആശയങ്ങളെയാണ് അവർ വിശ്വസിക്കുന്നത്?
ഖുർആൻ്റെ ചോദ്യമാണ്, ഉത്തരമില്ല. ഈ ഖുർആനെ പറ്റി ചിന്തിച്ചാൽ പഠിച്ചാൽ ഇതിനേക്കാളും വലിയ ഒരു വർത്തമാനമോ ഇതിനേക്കാളും വലിയ തത്വശാസ്ത്രമോ ആശയങ്ങളോ നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും അന്യൂനമായ അത്യുത്തമമായിട്ടുള്ള ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്ന് ഏവർക്കും മനസ്സിലാവും. അത് കേൾക്കാതെ, അത് അംഗീകരിക്കാതെ, അത് വിശ്വസിക്കാതെ എങ്ങോട്ടാണ്? പിന്നെ എന്താ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇതാണ് വിശുദ്ധ ഖുർആൻ്റെ ചോദ്യം. അതുകൊണ്ട് ഇത് വിശ്വസിക്കണം, ഇത് ഉൾക്കൊള്ളണം, ഇത് അംഗീകരിക്കണം എന്ന് സ്നേഹബുദ്ധിയ നമ്മുടെ സർട്ടാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. റബ്ബുൽ ഇസ്സത്ത് അവനെ അംഗീകരിക്കാൻ, അവനെ ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അവൻ്റെ നിയമങ്ങൾ പാലിക്കാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.